ഹലോ, ഇന്ന് ഗാർഡനിങ്ങോ കൃഷിപ്പണിയോ ഒന്നുമല്ല കേട്ടോ. നമ്മൾ ഇന്ന് കുക്കിംഗ് ആണ്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ചേനയും ചെമ്മീനും കൂടി വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചേനയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ അതേ ചെമ്മീൻ്റെ സീസണാണ്. അത്യാവശ്യം ചെമ്മീനൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് ആദ്യം തന്നെ നമ്മുടെ ചേനയുടെ ആ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ അത് വേവുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് അതൊന്ന് വറുക്കാനിടാം. അപ്പോൾ തേങ്ങ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ചേന ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ചേനയും ചെമ്മീനും ഒരുപാട് ബ്രൗൺ കളർ ആവുന്ന രീതിയിൽ വറുത്തെടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഒരു വെള്ളം വെളിയിച്ച് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുള്ളൂ. ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളർ ആവണ വരെയൊന്നും വറുത്തെടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ട് പൊടികളും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ലൊക്കെ വരുമല്ലോ, ഈ വറുത്തിട്ടുള്ള ആ ഒരു സ്മെല്ല് നന്നായിട്ട് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം. ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കണേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, ഇത് ചതച്ചത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3 കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കിട്ടട്ടെ. ആ സമയത്ത് നമുക്കേ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് ഇതിൽ ചേർക്കണം കേട്ടോ. അപ്പോൾ ഈ വറുത്തരച്ച് വെക്കുന്ന കറിയിൽ ചില ആളുകൾ പുളി ചേർക്കില്ല. അപ്പോൾ എനിക്ക് ഒരു പുളി ഇഷ്ടമാണ്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇതിൽ 2 കഷ്ണം മാങ്ങ ഇടുന്നത്. അപ്പോൾ മാങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ പുളി ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ കുഞ്ഞി കഷ്ണം കുടംപുളി ഇട്ടാലും മതി. അപ്പോൾ ഞാൻ മാങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ പുളി ഇടാൻ താല്പര്യമില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ആ അരപ്പ്, അതും കൂടി ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തിളയ്ക്കണ വരെയും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നമ്മൾ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ നമ്മൾ ഇതൊന്നും വഴറ്റിയപ്പോൾ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ചേനയും ചെമ്മീനും ഇവിടെ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചേനയൊക്കെ ഇട്ട് അതും ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കുക. അപ്പോൾ ഞാൻ ചേന വെന്തത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം എല്ലാ ഭാഗവും തളയെത്തിയെന്ന് ഉറപ്പുള്ളതിന് ശേഷം നമുക്ക് ഗ്യാസ് ചെറിയ ലോ ഫ്ലെയിമിലേക്കാക്കി മാറ്റാം. എന്നിട്ട് ഒരു 10 മിനിറ്റും കൂടി കറി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കറിയുടെ മുകളിലായിട്ട് നെയ്യൊക്കെ തെളിഞ്ഞ് സെറ്റായിട്ട് വരും. ആ ഒരു ടൈമിൽ നമുക്ക് കറി ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കറി. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം.